1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും, സാരികൾക്കായി വൻ ഓഫറുകൾ, ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ, കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ, സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ, കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. മുൻകൂട്ടി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വീട്ടുപകരണങ്ങളോ നിത്യോപയോഗ സാധനങ്ങളോ പോലും പുറത്തെടുക്കാൻ അനുവദിക്കാതെ നിർധന കുടുംബത്തെ തെരുവിലേക്ക് ഇറക്കിവിട്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ കടുത്ത ജപ്തി നടപടി. വടക്കാഞ്ചേരി നഗരസഭ 14-ാം ഡിവിഷൻ മുണ്ടത്തിക്കോട് ഗാന്ധി റോഡിൽ താമസിക്കുന്ന കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ പോലീസുമായി എത്തി വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെ ഒഴിപ്പിച്ചത്. കനത്ത മഴയും കാറ്റും വകവെക്കാതെ അധികൃതർ വീട് അടച്ചുപൂട്ടി സീൽ വെക്കുകയായിരുന്നു. മരുന്നുകളും വസ്ത്രങ്ങളും അടക്കം അടിയന്തര ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ പോലും എടുക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് കനത്ത മഴയിൽ അടച്ചുപൂട്ടിയ സ്വന്തം വീടിന്റെ ഉമ്മറത്തെ തറയിൽ കിടന്നാണ് ഈ കുടുംബം രാത്രി കഴിച്ചു കൂട്ടിയത്. ഒരുപാട് അവസ്ഥയിൽ പെട്ടിട്ടാണ് പിടിക്കുന്നത്. ഇന്നലെ ഒരു മുന്നറിയിപ്പില്ലാണ്ട് ഇന്നലെ വന്നിട്ടാണ് ഒരു ജപ്തി ചെയ്തിട്ട് പോയത്. നമ്മളൊരു 4 വർഷം മുന്നെയാണ് ലോൺ എടുത്തത്. ലോണ് 3 വർഷം നമ്മൾ അടച്ചു. അതിൻ്റെ ഇടയിൽ ഭർത്താവിന് സുഖമില്ലാതെ ചെറിയ മോളുടെ ഒരു കല്യാണം കഴിഞ്ഞു, മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു. അതൊക്കെ കൂടിയിട്ട് നമുക്കത് ലോൺ അടയ്ക്കാൻ പറ്റാതെ. പിന്നെ ഞാനൊരു പണി, എൻ്റെ ഒരു പണി കൊണ്ടാണ് വീട് കഴിഞ്ഞത്. ആൾക്ക് മരുന്ന് മേടിക്കണം, 2000 രൂപ വേണം മരുന്ന് മേടിക്കണം. അതൊക്കെ എൻ്റെ ഈ വീട്ടുപണി കൊണ്ട് വേണം. അങ്ങനെയായിട്ട് അത് മുടങ്ങി കിടന്നു. ഇത് നിർവാഹമില്ല അടയ്ക്കാൻ. ഇന്നലെ ഒരു മുന്നറിയിപ്പില്ലാണ്ടാണ് പുറത്താക്കിയത്. ഞങ്ങൾ ഈ മഴയത്ത് ഇവിടെയാണ് കിടന്നത്. അപ്പോൾ പോകാൻ ഒരു മാർഗമില്ല. അവസ്ഥയിലാണ് കേട്ടിട്ട്. 2022 മകളുടെ വിവാഹ ആവശ്യത്തിനായി ദാസ് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 7.5 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. 3 വർഷത്തോളം കൃത്യമായി തിരിച്ചടവ് നടത്തിയെങ്കിലും പിന്നീട് ദാസിന് ഗുരുതരമായ രോഗം ബാധിച്ചതും രണ്ടാമത്തെ മകളുടെ വിവാഹം നടന്നതും കുടുംബത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. തുടർന്നാണ് തിരിച്ചടവ് മുടങ്ങിയത്. ഭാര്യ അജിത വീട്ടുജോലിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് രോഗിയായ ദാസിന്റെ ചികിത്സയും 3 മക്കളടങ്ങുന്ന കുടുംബത്തിന്റെ ചെലവുകളും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. മോളെ കല്യാണത്തിന് ലോണുള്ള ലോണത്തിന് 4 വർഷത്തോളം നിങ്ങൾ അടച്ചിരുന്നു. രണ്ടാമത്തെ മോളെ കല്യാണം അതിൻ്റെ ഇടയിൽ എനിക്ക് സ്റ്റോക്ക് വന്നു. പിന്നെ ലോൺ തിരിച്ചടക്കാൻ പറ്റാണ്ടായി. അവർ ഇന്നലെ 3:30 വന്നിട്ട് അവർ ബലമായി കയറി ലോക്ക് ചെയ്ത് ഞങ്ങൾ പുറത്താക്കി. പോലീസിറക്കം വന്ന് ജപ്തി ഉണ്ടായി. വീട്ടുപകരണം ഒന്നും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഡ്രസ്സൊക്കെ TV, കട്ടില്, വാഷിംഗ് മെഷീൻ, എല്ലാ സാധനങ്ങളും പായ വരെ വെച്ചിട്ട് എല്ലാ സാധനങ്ങളും അതിനുള്ളിലുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ കിടന്നില്ല. മുൻപ് 2 തവണ സ്ഥാപനത്തിലെ ജീവനക്കാർ ജപ്തിക്കായി എത്തിയിരുന്നുവെങ്കിലും വാർഡ് കൗൺസിലർ രമണി പ്രേംദാസൻ, മുൻ കൗൺസിലർ കെ അജിത് കുമാർ എന്നിവരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ഇടപെടലിനെ തുടർന്ന് നടപടികൾ മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം 7 ലക്ഷം രൂപ അടച്ചാൽ
ജപ്തി ഒഴിവാക്കാമെന്ന് സ്ഥാപന അധികൃതർ അറിയിച്ചു. എന്നാൽ പണവുമായി ചെന്നപ്പോൾ വായ്പ അവസാനിപ്പിക്കുവാൻ ഇവർ തയ്യാറായില്ലെന്നും 15 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടെന്നും കുടുംബം പറയുന്നു. കുടുംബത്തോട് കാട്ടിയ കടുത്ത മാനുഷികരഹിതമായ ഈ നടപടിക്കെതിരെ പ്രദേശവാസികൾക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. സംഭവത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും. ദാസൻ ദമ്പതികളുടെ വീട് ഇന്നലെ ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ആളുകൾ വന്ന് സീൽ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 3:30 മുതൽ അവർ വീടിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. 2022 മകളുടെ കല്യാണത്തിന് ഒരു 7.5 ലക്ഷം രൂപയോളം ഒരു വായ്പ എടുത്തിരുന്നു. 3 വർഷം യാതൊരു തടസ്സവും ഇല്ലാതെ അത് അടച്ചു. ഭർത്താവിന് സ്ട്രോക്ക് വന്ന് തളർന്നതിനെ തുടർന്ന് അടവ് 2 വർഷമായിട്ട് തെറ്റി. പക്ഷേ അതിനുശേഷം നിരന്തരം ബാങ്കുകാർ വീട്ടിൽ വരികയും ഇവരെ മാനസികമായി പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ജപ്തിയാക്കിയതിന് ശേഷം 2 തവണ ഗുണ്ടകളെയും കൊണ്ട് ഇവർ ഇറക്കിവിടാൻ നോക്കിയപ്പോൾ കൗൺസിലർ ഉൾപ്പെടെ ഈ നാട്ടുകാരാണ് അവരെ തടഞ്ഞത്. ഇന്നലെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പോലീസുമായി വന്ന് അവരെ പിടിച്ചിറക്കുകയും അതുപോലെ തന്നെ അവരുടെ സാധനങ്ങൾ പോലും എടുക്കാൻ സമ്മതിക്കാതെ വീട് പൂട്ടി സീൽ ചെയ്ത് പോവുകയാണുണ്ടായത്. ഇവർ 7 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ സഹായിച്ച് 7 ലക്ഷം രൂപ അടയ്ക്കാൻ കടം വാങ്ങിച്ച് അടയ്ക്കാൻ തയ്യാറായതാണ്. പക്ഷേ അപ്പോൾ പറഞ്ഞ് 15 ലക്ഷം രൂപ അടച്ചാൽ വീടിൻ്റെ ആധാരം തരാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ്. ഇത് പക്ക ബ്ലേഡ് കമ്പനിയേക്കാൾ മോശമായിട്ടാണ് ഇത്തരം മൈക്രോ ഫിനാൻസുകൾ ഉജ്ജീവൻ പ്രത്യേകിച്ചും പോകുന്നത്. ഇന്നലെ മുതൽ അവർക്ക് വേറെ പോകാൻ സ്ഥലമില്ല. അവർ വീടിൻ്റെ മർത്ത കോലയിലാണ് ഇരിക്കുന്നത്. മരണം വരെ ഇത് തുറന്നു കിട്ടുന്നവർ അവിടെ ഇരിക്കും എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അടിയന്തരമായി സർക്കാരും ബന്ധപ്പെട്ട ആളുകൾ ഇടപെട്ട് ഈ പാവപ്പെട്ട പട്ടികജാതി കുടുംബത്തിന് ആ വീട് തുറന്ന് താമസിക്കാൻ കഴിയുന്ന ഒരു സൗകര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. You are watching VCV News.